Hello viewers. ഇതാണ് നമ്മളെ പ്രൈസ് ഉള്ളത്. ഇനി നാളെ വരേണ്ടത്. ഇതിൻ്റെ നെറ്റ് വെയിറ്റ് ആണ് പറയേണ്ടത്. അപ്പോൾ ये करेक्ट नेट वेट बोलेगा तो आपका 9,999 रुपीज़ आपका गूगल पे करेगा. വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യണം, മെൻഷൻ ചെയ്തേക്കണം, ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്തേക്കാം. ജസ്റ്റ് വീഡിയോസ് ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കണം ഫ്രണ്ട്സ് എല്ലാം. അതുകൂടി ആൻസറല്ലോ കിഡ്സ് എല്ലാം 4 grams ആട്ടോ. സ്റ്റോൺലെസ് ആയിട്ട് 4 grams, അഡൽട്ട് എല്ലാം 6 grams അല്ലോ. അതെല്ലാം 14 grams ബെൽറ്റാണ്. ബിലോ 2 പവൻ. മാംഗ്ലൂർ ഷോറൂം ആട്ടോ. നല്ല ഇരിക്ക നെക്ലസ്. 26 grams പ്രീമിയം കേട്ടോ. ഇതിൽ 8 grams വരുന്നുണ്ട്. അൺബോക്സിംഗ് വീഡിയോ മിസ്റ്റർ റാഷിദ് ഖാലിദ്. ഹായ് റാഷിദ്. റാഷിദ് ഞാൻ ലൈവിൽ ചോദിച്ചുകൊണ്ടെങ്കിലാണ് നീ എന്നെ ചോദിപ്പിച്ചതാ. റാഷിദ് ഓർത്തു എന്നെ ലൈവിൽ നിൽക്കാൻ വെക്കാനായിട്ട് ആരത്? അൺബോക്സിംഗ് പൊട്ടിക്കത്. ഇത് പൊട്ടിക്കുമ്പോൾ നമുക്ക് മറ്റേ വീഡിയോ കാണാം. ജസ്റ്റ് ഇതെല്ലാം 39 grams ബിലോ 5 പവന്റെ നെക്ലസ് കണ്ട. ഈ നെക്ലസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല കാഴ്ചക്കുള്ള നെക്ലസ്. ഇതെല്ലാം 8 grams 10 grams വരുന്ന നെക്ലസ് ആണത്. ഈ ഫിനിഷിംഗ് ഡിഫറൻസ് ഉണ്ടോ? ആന്റിക്സിൽ കുറെ ഫിനിഷിംഗ് ഉണ്ട്. അതാണ് മേക്കിംഗ് ചാർജ് ഡിഫറൻസ് വരും. ഇത് 5-6 grams അല്ല വെക്ക്. ഇത് 8 gram നെക്ലസ് അല്ലേ? 8-10 അല്ലോ. 8 gram. ഇത് ബാംഗ്ലൂർ ഷോറൂമിലാണ് കേട്ടോ. 8 gram ലെയർ നെക്ലസ് ആണ്. ഇത്ര കാഴ്ചക്കുള്ള കഷ്ടമുണ്ടാ. ഇതെല്ലാം 7,000 8,000 വരുന്ന റിംഗ് ആണ്. റിങ്ങിന്റെ സ്പെഷ്യൽ ഉണ്ടാ. ഇത്ര കാഴ്ചക്ക് ഉണ്ടാക്കിയ വെക്ക് ഇന്ന് കണ്ടെന്തായാലും. സ്പേസ് ഇല്ലാതുണ്ടോ ഇല്ല? നിങ്ങൾ നോക്കിയാൽ മതി. ഇത്ര കാഴ്ചക്കുള്ള റിങ് നിങ്ങൾക്ക് ഏതെങ്കിലും ജ്വല്ലറി ഇത് കിട്ടും നോക്കിയാൽ മതി. ഇത്ര ലൈറ്റ് വെയിറ്റില് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഗിഫ്റ്റ് കൊടുക്കാനല്ലെങ്കിൽ ബെസ്റ്റ്. നിങ്ങൾക്ക് 4,000 മുതൽ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് ഉണ്ട്. ഈ നെക്ലസിന്റെ പേര് ഇത്ര നല്ല കാഴ്ചക്കാണ് കേട്ടോ. നെക്ലസ് 5 pound ഇത്ര കളക്ക സാർ. മിസ്റ്റർ ഹൈദർ 5 pound ഇത്ര കണ്ണടല്ലേ പറഞ്ഞ ബാരിൽ പോയി 5 pound ഇത്ര നല്ല കാഴ്ചക്കുള്ള നെക്ലസ് ഉണ്ടല്ലേ? നോക്കറല്ലോ. എമിറേറ്റ്സ് ഗോൾഡ് മാംഗ്ലൂർ ഇത് 12 grams അല്ല? 12 grams ആട്ടോ ഈ നെക്ലസിന്റെ വെയിറ്റ് വരുന്നത്. ഈ സപ്പോസ് ഇല്ല നിങ്ങൾ ഇത് ഇപ്പോൾ കാലിക്കട്ട് കൊച്ചി അതുപോലെ തമിഴ്നാട് കർണാടക അങ്ങോട്ടുള്ള പോകുമ്പോൾ ഇത്ര ലൈറ്റ് വെയിറ്റിൽ ഇത് 8 grams 12 grams ഇങ്ങനത്തെ നെക്ലസ് 8 grams ഇന്നത്തെ വീഡിയോ 8 grams ആണ്. അധികം കിട്ടാൻ ചാൻസസ് ഇല്ല കേട്ടോ. ജസ്റ്റ് എന്ന് വെച്ചാൽ നെക്ലസ്
ഡിസ്പ്ലേ ഒക്കെ സ്ഥലമുണ്ട് ഇപ്പൊ. എന്തായിരുന്നു ഇതല്ല 8 grams. ഇത് കുറച്ച് വെയിറ്റ് കൂടും. 66 grams അല്ലേ. അപ്പൊ എന്താ ഫിനിഷിങ് കണ്ടാ നിങ്ങൾ എപ്പോൾ നോക്കേണ്ടത് എന്താ ഫിനിഷിങ്ങിനെ കുറിച്ചാണ് നോക്കേണ്ടത്. ഈ ആൻറ്റിക്സ് 11-12 ടൈപ്സ് ഉണ്ട്. നിങ്ങൾക്ക് മേക്കിംഗ് ചാർജ് കുറച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ സ്റ്റാൻഡേർഡ് ആൻറ്റിക്സ് ആണ്. ഈ പോളിഷിനാണ് പൈസ. ജസ്റ്റ് നമുക്ക് ഇതിന് എക്സാമ്പിൾ നിങ്ങൾ പറയാം ഫ്രണ്ടിലായിട്ട്. ഇത് ഷൂ പോളിഷ് ഇട്ടെങ്കിൽ അങ്ങനെ ആൻറ്റിക് ആക്കാൻ പറ്റും. പെട്രോൾ ഇട്ട് ആൻറ്റിക് ആക്കും. ഇത് റിയൽ പോളിഷ് ആൻറ്റിക് ആണ്. റിയൽ പോളിഷ് ആൻറ്റിക് ആക്കണമെങ്കിൽ മിനിമം 12 days ടൈം അങ്ങ് വേണം. റിയൽ ആൻറ്റിക് ഫിനിഷിങ് കിട്ടണമെങ്കിൽ. ഇപ്പോൾ കാലിക്കറ്റ് ആൻറ്റിക് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞേ. മുദ്ര ശ്രദ്ധിക്കണമെന്നല്ലേ. എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. എല്ലാവരും ഹായ് ആക്കണം. ഹായ് ഹായ്. ഹായ് വെച്ചോ. ഗ്ലാസ് ഉള്ളതെന്ന് വെച്ചോ. ഇത് മാറ്റിയാൽ മതി. ജസ്റ്റ് മാറ്റാൻ മതി. മാക്സിമം ഷെയർ ചെയ്ത് ഇത് വന്നു കയറ്റുമോ നെറ്റ് കയറ്റും. പ്രീമിയം കേട്ടോ. അതിന്റെ ഫിനിഷിങ് കണ്ടാൽ മതി. വെറൈറ്റി കേട്ടോ. ഡിഫറെന്റ് കേട്ടോ. അതിലൊക്കെ മറിച്ച് പൈരട്സൊക്കെ അറിയില്ല കൊണ്ടുപോകുന്നത്. അത് കിട്ടിയത് വീഡിയോ അതിന്റെ വീഡിയോ കിട്ടുന്നറിയാം. ജസ്റ്റ് അതെടുത്തുള്ളൂ. ಐದರವ ರೇಟ್ ಅವರು ಇದರ ಹತ್ರ ರೇಟ್ ಇದರ ಇದರ ಇದು 5 pound. ಇದರ ವೆಯ್ಟ್ ಹತ್ರ 40 grams. 39 grams 980. 5 pound നല്ല ഡയറി പറഞ്ഞ നല്ല ബ്രോഡ് ആയിട്ടുള്ളത്. ഫയസ് ബൈ ഒന്ന് കട്ട് ചെയ്തിട്ട് വെറൈറ്റി കട്ട് ഫയസ് ബൈ സീനിയർ വളരെ സഫർ ഇതൊന്നും വെച്ചാണ് അതൊന്ന് എത്ര 5 pound തന്നെ. അതും ആ ഇത് 5 pound 40 grams നല്ല ബ്രോഡ് നെക്ലേസ് ആണ്. നല്ല ഹെവി ബ്രോഡ് ആയിട്ടുണ്ട്. 5 pound. ഇതെത്ര? സെയിം 5 pound. 5 pound. ഇത് കാട്ടി 1.5 pound. ഇത് 1.5 pound ചോക്കർ. കസ്റ്റമർ കുറേ എൻക്വയറി ഉണ്ടായ ഐറ്റംസ് ആണ്. 1.5 pound ചോക്കർ വെറും 12 grams. കളക്ഷൻ കുറേ വന്നിട്ടുണ്ട്. ഇത് 2.5. റഷി 1.5 pound. എത്ര? 2.5. ഇത് 2.5 pound നെക്ലേസ്. 1 pound ലെയർ ബന്നത് 3.5. ഇതെല്ലാം എത്ര? ഈ 1 pound ലെയർ. ഇതെല്ലാം 1 pound വരുന്ന ലെയർ ആയിട്ട് നെക്ലേസ് ആണ്. എല്ലാം 1 pound 1.5 pound ആണ്. ഇത് 3.5 റഷി. നല്ല ബ്രോഡ് ആയിട്ടുള്ള നെക്ലേസ്. ഇത് 2.5. ഇത് 2.5. ഇത് 3.5. നെയ്മ ഡ്യൂട്ടിക്ക് വരാണ്ട് ലൈവ് നോക്കുന്നത്. ഇത് 1.5. ഇത് 1.5 pound. 1.5. ഇത് 1 pound. ഇത് ഇതൊരു pound. ഇതൊരു pound. ഒരു pound. ഇതൊരു pound. അത് ജസ്റ്റ് എടുത്തോ.
ഇത് ഒരു പോയിന്റ് നോക്കൂ, എൻഗേജ്മെന്റുകളെ കുറിച്ച് നല്ല ഉണ്ട്. നല്ല ബ്രോഡ് ഉണ്ട്. ഒന്ന് ഒരു പോയിന്റ് നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. ആ ഫയാസ്, മിസ്റ്റർ ഫയാസ്. ലൈറ്റ് വെയിറ്റ് ബാംഗിൾസ് ഉണ്ട്. 46 ഗ്രാംസിന്റെ വരുന്ന ബാംഗിൾസ് ആണ്. 5.25-6 പോണം. നല്ല ബാംഗിൾ. ഇതിന്റെ ഫിനിഷിങ് നോക്കിയാൽ മതി, വർക്ക് നോക്കിയാൽ മതി. ഈ ആന്റിക് ആണെങ്കിൽ ബ്ലാക്ക് കളറിലൊന്നും ആന്റിക് ആവുന്നില്ല. ഇതിന്റെ പോളിഷിൽ ഒരു വർക്ക് വേണം. ഇതിന്റെ ഫുള്ള് പ്ലേറ്റ് ആയിട്ട് അതിലേക്ക് ബ്ലാക്ക് കളറിൽ അത് ആന്റിക് ആവണമെന്നില്ല. മേക്കിംഗ് ചാർജിൽ ഡിഫറൻസ് വരുന്നത്. ഇതായത് 5% ഉണ്ട്, 6% ഉണ്ട്. ഇതിന്റെ പ്രീമിയം ടൈപ്പ് ആണ് കേട്ടോ. ഇതിന്റെ മാക്സിമം മേക്കിംഗ് ചാർജ് കുറച്ചൊക്കെ വോളിയം കസ്റ്റം പറയും. ഏത് ജ്വല്ലറി എടുത്താലും ആ ജ്വല്ലറി നിന്ന് പോലെ റിട്ടേൺ കൊടുക്കുമ്പോൾ അതേപോലെ കിട്ടും. നെറ്റ് വെയിറ്റ് എത്ര വെയിറ്റ് ഇത്? 6 പോണം. എത്ര വരുന്നുണ്ട്? 5 പോണോ 6 പോണോ? ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആക്കിയല്ലോ. ഗോൾഡ് റേറ്റ് എന്തായാലും കയറും. ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ആഫ്റ്റർ ദീപാവലി ശേഷം ഗോൾഡ് റേറ്റ് നല്ല ഹൈ ആവാൻ ചാൻസസ് ഉണ്ട്. ഗോൾഡ് റേറ്റ് ഇപ്പൊ ജസ്റ്റ് റേറ്റ് ഡൗൺ ആയിട്ട് വരും, നല്ല ഹൈ ആവും. അതുപോലെ ഗോൾഡ് മാത്രമല്ല സിൽവറിലും റേറ്റ് നല്ല കയറുന്നതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ആക്കുന്ന സിൽവറും നല്ല ഇതാണ്. കാരണം ചൈന എത്ര ട്രില്യൺ കണക്കിനാണ് സിൽവർ സ്റ്റോക്ക് ആക്കി വെച്ചത്. അപ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ വാല്യൂ കൂടും. നിങ്ങൾ സിൽവറിനുള്ള സ്കോപ്പ് ഉണ്ട്. കൺഫേം ചെയ്യുന്നതല്ലോ. ഒരാൾ പൈസ ക്യാഷ് ഉണ്ടെങ്കിൽ സിൽവർ ബുള്ളിയൻസ് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. ദുബൈയിലാട്ട് ഇവിടാട്ട് ഗോൾഡ് പോലെ തന്നെ സിൽവറും നല്ല റേറ്റ് കയറും. നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങൾ എൻ്റെ വീഡിയോസ് നോക്കുന്നത് അപ്പോൾ വാല്യൂബിൾ ഇൻഫർമേഷൻ കയറ്റി തരണമെന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ. എപ്പോൾ നോക്കിയാലും ഹലോ വ്യൂവേഴ്സ് എന്ന കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനത്തെ ഇൻഫർമേഷൻ തരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം, പക്ഷെ ടൈം കിട്ടുന്നില്ല. ഞാൻ ഫ്രീലി വന്നിട്ട് എടുക്കുന്നതല്ല. ചിലപ്പോൾ എന്തെല്ലാം പണി ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ആ വീഡിയോ എടുക്കുന്നത് ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. സഡൻലി വീഡിയോ എടുത്തിട്ട് പോകുന്നതാണ്. ജസ്റ്റ് ബ്രേക്ക് കിട്ടി ആ ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് പോകുന്നതാണ്. ഇന്ന് പ്ലാൻ ആക്കിയിട്ട് വരുന്നതോ ആക്കിയിട്ട് വരുന്നതല്ല. ജസ്റ്റ് ഫ്രീ കിട്ടുമ്പോൾ അതിന്റെ വീഡിയോ എടുക്കുന്നതാണ്. എന്തായാലും ചില ആൾക്കൊന്നും ചിരിക്ക് സ്മൈലാക്കുന്നുണ്ടാവും, ചില ഓരോ ടെൻഷൻ ഉണ്ടാവും, ഓരോ ബിസിനസിന്റെ ഒരു ഉണ്ടാവും. നെക്സ്റ്റ് എന്ത് ഇപ്പൊ ഇത്ര വലിയ വലിയ ജ്വല്ലറീസ് ഉണ്ടാവും. അതിന്റെ ഇടയിൽ പിടിച്ചിക്കണ്ടേ, ചെറിയ ജ്വല്ലറി എമിറേറ്റ്സ് പിടിച്ചിക്കണ്ടേ. അപ്പോൾ ഡിസൈൻസിനെ കുറിച്ചും ഫിനിഷിങ്ങിനെ കുറിച്ചും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ മുമ്പല്ലോ ഒരു ആഫ്റ്റർ ബിഫോർ 10 years 8 years 9 years മുമ്പല്ലോ ജ്വല്ലറി കസ്റ്റമേഴ്സ് ഒരു ഷോപ്പിൽ എത്തിയിട്ട് ഒരു ഐഡിയ കിട്ടും. എമിറേറ്റ്സ് വന്ന പിന്നെ ഞാൻ മുമ്പേ ഒരു ഐഡിയ കിട്ടും. ഇത്ര പവൻ ഇത്ര വെയിറ്റ്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട ശേഷം ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. മുമ്പല്ലേ അങ്ങനെ ജസ്റ്റ് വന്ന് ഷോപ്പിൽ വന്ന് ആ ഡിസൈൻസ് എടുത്തിട്ട് പോകും. എന്ത് ഡിസൈൻസ് എന്ത് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എമിറേറ്റ്സ് ഗോൾഡിന്റെ വീഡിയോസ് വരാൻ കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എല്ലാ ജ്വല്ലറീസും ഇടുന്നുണ്ട്, നല്ല രീതിയിൽ ഇടുന്നുണ്ട്. പക്ഷെ അതോ നല്ല വീഡിയോസ് എല്ലാ ജ്വല്ലറീസും നല്ല വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഡിസൈൻസ് ഇനിയും മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടുത്തെ എല്ലാം പിടിച്ചിക്കാണ് ഡിസൈൻസ് മാറ്റി മിനിമം നല്ല ഫിനിഷിംഗ് ഐറ്റംസും വെറൈറ്റീസ് കളക്ഷൻസ് ഇട്ടെങ്കിലേ പിടിച്ചിക്കാൻ പറ്റുള്ളൂ. പിന്നെ ബ്രാൻഡഡ് ഷോപ്പ് 25 years 30 years ഒന്നും കാര്യമില്ല. കളക്ഷൻ അയക്കണം, കസ്റ്റമറോട് ബിഹേവ് ചെയ്യുന്നതും നല്ല അയക്കണം. മെയിൻ ഞങ്ങൾക്ക് ബാർ അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല. ഒരു ഫ്ലെക്സ് ബോർഡോ TV അഡ്വർടൈസ്മെന്റോ സെലിബ്രിറ്റി ചാർജസോ ഉണ്ടോ? സീനിയർ സ്റ്റാഫാണ് ബാംഗ്ലൂർ. കുദ്രോളി കളക്ഷനെ പറ്റി ഫയാസിന് എന്താ പറയാ? നെക്ലേസ് കസ്റ്റമേഴ്സ് എന്താ പറയാ, അത് ആൾക്കാർ 7 seconds ആണ്. 7 seconds വരെ മൈൻഡ് ഡൈവേർട്ട് ആവും. അപ്പൊ അവർക്ക് ഹാപ്പിനെസ് ഇട്ടോണ്ടിരിക്കണം. അധികം ആൾക്കാർ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7 seconds 7 minutes നമ്മൾ മൈൻഡ് ഇങ്ങനെ ഡൈവേർട്ട് ആവും. അപ്പൊ കുറെ ഭാഗം തിങ്ക് ആക്കും. അപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോൾ ആ സ്പോട്ടിൽ ഇൻഫർമേഷൻ കൊടുക്കണം. കൂടുതൽ നോളജ് നമുക്കുള്ള നമുക്ക് എല്ലാ എക്സ്പീരിയൻസ് വേണമെന്നില്ല. അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുക, നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഗോൾഡിനെ കുറിച്ചുള്ളത് 11 month അഡ്വാൻസ് ഒക്കെ 0% മേക്കിംഗ് ചാർജ് ആണ്. എനി ഡിസൈൻസ് വിൽ കസ്റ്റമൈസ് ഡിസൈൻസ് അല്ല ആന്റിക്കും അല്ല അത് ഡയമണ്ട്സും 18 karat പെടുന്നല്ല. എന്തായി
പറഞ്ഞ കറക്റ്റാണല്ല വീഡിയോസ് ഭയങ്കര സ്പീഡാണോ? അല്ല അല്ല അവിടെ കസ്റ്റമർ ബിഗ് വയ്ക്കുന്നത് നിങ്ങൾ എനിക്ക് തന്നെ ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന ആൾക്കാരല്ലേ എന്തെങ്കിലും 20 പവൻ ഒന്ന് സെറ്റാക്കി കാണും. രാവിലെ ചെയ്യുന്നതല്ലേ 25 പവൻ സെറ്റാക്കാൻ സഫീനാണ്. സഫീൻ ആവുന്ന കസ്റ്റമർ പറയാണ്ടല്ലേ സ്കിന്നിൽ കാണിക്കുന്നത്. നിങ്ങൾ സ്കിന്നിൽ ഇടുമ്പോൾ ടച്ച് നിങ്ങൾക്ക് ഫീൽ ആവും. ജസ്റ്റ് ഇട്ട് കാണിക്കുമ്പോൾ ജസ്റ്റ് ഒരു വിഷ്വൽ. റോഡ് സൈഡ് പോകുമ്പോൾ റോഡ് സൈഡ് വലിയ ഫ്ലെക്സ് ഉണ്ടാവും. അപ്പൊ ഹൈദർ റോഡ് സൈഡ് നോക്കും. ആ പെണ്ണിന്റെ കണ്ണ് നോക്കും, പെണ്ണിന്റെ ലിപ്സ് നോക്കും. പിന്നെ നോക്കുന്നത് നെക്ലേസ്. ഫസ്റ്റ് കണ്ണ് ലിപ്സ്. അത് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആണല്ലേ? റോഡ് സൈഡ് ഫ്ലെക്സ് ആണോ? കുറെ ആൾക്ക് റിയാലിറ്റി എന്താ അറിയാം. ഇപ്പൊ ഓഫേഴ്സ് എന്ത്, ഈ അഡ്വർടൈസ്മെന്റ് എന്ത്. ഇപ്പൊ നമ്മൾ ഫിലിം 5 years ആയി ഞാൻ ഏകദേശം TV നോക്കാത്തത്. ഫിലിം സ്റ്റാർസ്, 2 ഫിലിം സ്റ്റാർസ്, ബോളിവുഡ് ഫിലിം സ്റ്റാർസ്, ഒരു 2 ആളൊപ്പം മാച്ച് ആവില്ല. പക്ഷെ ഒരു പാൻ പ്രാക്കിന്റെ ഇല്ലാന്ന് അഡ്വർടൈസ്മെന്റ് ആക്കിയത്. പാൻ പ്രാക്കിന്റെ അഡ്വർടൈസ്മെന്റ് ഒന്നിച്ചിട്ട് അഡ്വർടൈസ്മെന്റ് ക്യാഷിന് വേണ്ടി ആക്കിയതാണ്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് കമലഹാസൻ, രജനികാന്ത് അല്ലേ? ഓർ ഇതുവരെയായിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല. കമലഹാസൻ, രജനികാന്ത് അഡ്വർടൈസ്മെന്റ് ചെയ്തില്ല. ഇതുവരെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല. ഈ സെലിബ്രിറ്റി ബോളിവുഡ് സ്റ്റാർ പാൻ പ്രാക്കിന് അത് എന്ത് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത് ജനങ്ങൾക്ക് ഈ പൈസക്ക് വേണ്ടിയിട്ട്? ഇത് കോപ്പിക്ക് പറയല്ല, ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോ ക്യാഷിന് വേണ്ടി എല്ലാം ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ ഇത്ര വലിയ സെലിബ്രിറ്റി രണ്ടു ഇതൊരു ഡാറ്റം ഉണ്ടാറില്ല. പക്ഷെ ഈ ഞാൻ ഷോക്ക് ആയിട്ട് രണ്ടോ ഒന്നിച്ച് അഭിനയിച്ചിട്ട് അഭിനയിക്കുന്നത് പാൻ ബ്രാക്കിന്റെ അവര് അത് എന്ത് മെസ്സേജ് ഉണ്ട്. അതുപോലത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഇൻഫർമേഷൻ കൊടുക്കുമ്പോ ബാംഗ്ലൂർ കമ്മിങ് സൂൺ ആണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളത് ബാംഗ്ലൂരാണ്. നെക്സ്റ്റ് ബാംഗ്ലൂരാണ്. ഇൻഷാല്ലാ ദുആ ചെയ്യാം. നിങ്ങൾ അതുപോലെ ദുആ ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും വേണം. നിങ്ങളില്ലെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും പറഞ്ഞ പ്രദേശം പറഞ്ഞത് കസ്റ്റമർ നല്ല ബിഹേവ് ചെയ്യണം. ഫസ്റ്റ് ഓപ്പറേറ്റ് ആയിട്ട് കുറെ പ്രശ്നം വന്നത് ബാംഗ്ലൂർ ബ്യാരി മനസ്സിലാവില്ല, അർത്ഥമില്ല. അപ്പൊ കാലിക്കട്ട് മലപ്പുറത്ത് കുറെ സ്റ്റാഫ് ആയതുകൊണ്ട് നമ്മള് മലയാളം കാസർഗോഡ് സ്ലാങ് തന്നെ മനസ്സിലാവില്ല. അവർ കാസർഗോഡ് സ്ലാങ് തന്നെ മനസ്സിലാവില്ല. അപ്പൊ ബാരി നമുക്ക് മനസ്സിലാവില്ല അർത്ഥം. അപ്പൊ കസ്റ്റമർക്ക് നമ്മൾ നല്ല ഉഷാറുള്ള സ്റ്റാഫാണ് എല്ലാവരും. അവർക്ക് ഈ സ്ലാങ് മനസ്സിലാത്തതുകൊണ്ട് ബാരി മനസ്സിലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ എല്ലാം പഠിച്ചിട്ട് തറയായിട്ട് വന്നതാണ്. അപ്പൊ കുറെ മിസ്റ്റേക്സ് എല്ലാം എല്ലാവർക്കും പറ്റും. അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ബ്രദേഴ്സ് തന്നെ ക്ഷമിക്കാം. ഇപ്പൊ എല്ലാവർക്കും റിക്കവറായി. ബാരിയെല്ലാം പഠിച്ചു. ഇപ്പൊ ഞാനും പഠിച്ചിട്ടില്ല ബാരി. ഞാൻ ബൈഹാട്ട് പഠിച്ചിട്ട് പറഞ്ഞ ഒരു വീഡിയോ. അപ്പോ നിങ്ങളെ മിസ്റ്റേക്സ് എല്ലാം ലൈഫിൽ എന്തായാലും മിസ്റ്റേക്സ് എന്തായാലും വരും. മിസ്റ്റേക്സ് ഓവർകം ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ആണ്. ഫേസ് ചെയ്യണം. പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ആവും. അങ്ങനല്ലേ? നമ്മൾ ചെറിയ സപ്പോസ് നമ്മൾ ഇപ്പൊ സൂചിച്ചായി ഈ ഫേസ് ചെയ്താൽ നമുക്ക് കുറെ കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴേക്കും ഇത് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നും. ജോബ് എൻക്വയറി ബാംഗ്ലൂർ ഷോറൂമിൽ വരാം. ബാംഗ്ലൂരിൽ എനിക്ക് നല്ല സ്കിൽഡായ സ്റ്റാഫ് വേണം. ലേഡീസ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നല്ല വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഉള്ള പറ്റുന്ന നല്ല സംസാരിക്കാൻ പറ്റുന്ന സംസാരിക്കുന്നില്ല. സംസാരിക്കാൻ പറ്റിയ നല്ല സ്റ്റാഫ് ഉള്ള സ്കില്ലാണ്. അത് എക്സ്പീരിയൻസ് 25 കൊല്ലം എക്സ്പീരിയൻസ് 30 വർഷം എക്സ്പീരിയൻസ് വേണം. സ്കില്ലുണ്ടാൽ മതി. അത് 5 years 5 months എല്ലാം മതി. ഇപ്പൊ നമ്മുടെ മാഷാ ഹൈദർ വന്നിട്ട് ട്രെയിൻ ആയിട്ട് വന്ന 6 മാസം നല്ല ഉഷാറ്. ശരിക്കും മാത്രം വന്ന് ട്രെയിൻ ആയിട്ട് വന്ന ചെക്കനാണ്. മാഷാ സെയിൽസ് നല്ല ഉഷാറുണ്ട് ചെക്കൻ. എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ആകെ 6 months എക്സ്പീരിയൻസ് അല്ല, 8 months അല്ലേ? അത്രേ ഉള്ളൂ. വീട് വന്ന എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അപ്പൊ എമിറേറ്റ്സ് സ്കൂൾ പോലെയാണ് പഠിക്കുക. നിങ്ങൾ കാണില്ല എത്ര വലിയ വലിയ ജ്വല്ലറീസ് കാണുന്നുണ്ട്. എന്തെല്ലാം തരത്തിൽ മാർക്കറ്റിംഗ് ആക്കുന്നത്, പൈസ അറിഞ്ഞിട്ട് മാർക്കറ്റ് ആക്കുന്നത്. എമിറേറ്റ്സ് ഒന്നും ഒരു പൈസ അറിഞ്ഞിട്ട് മാർക്കറ്റിംഗിന് വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂൾ പോലെ ഇത് എമിറേറ്റ്സ് ബിസിനസ് ഐഡിയാസും പഠിപ്പിക്കുന്ന ഒരു കോഴ്സും പോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ചെറിയ കമന്റ് ഉണ്ട്. നിങ്ങൾ ഗിവ് അവേ കൊടുക്കണം സാർ. നമ്മൾ ഗിവ് അവേ അറിഞ്ഞിട്ട് 2 days ഉള്ളത്. 2 days നെറ്റ് വെയിറ്റ് ആണ് പറഞ്ഞടാ. അത് കുറെ ആള് വെയിറ്റ് ലീക്ക് ആക്കിന്. അത് ഞാൻ നോട്ടാക്കിന്. അത് ഞാൻ കട്ട് ചെയ്യും. ഇതിന് മുമ്പത്തെ വീഡിയോയിലുണ്ട് അഗീവന്റെ. മറ്റേ 2 വീഡിയോസ് കൂടുതലാണ്. പിന്നെ നമ്മളെ വീഡിയോക്ക് ഏറ്റവും വ്യൂസ് ഉള്ളത് ബാംഗ്ലൂരിനാണ്. കർണാടക സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ 90%. കേരള 5%, ദുബായ് 5%, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് അങ്ങനെ കുറെ ഓഡിയൻസ് ഉണ്ട്. അധികം ഉള്ളത് ബാംഗ്ലൂർ സൈഡാണ്. കർണാടക തന്നെ മാഷാഅല്ലാ നമ്മള് നല്ല സപ്പോർട്ട് ആക്കിയത്. ഇപ്പൊ കാലിക്കട്ട്, കണ്ണൂർ അവിടെ കസ്റ്റമേഴ്സ് കൂടുതൽ വരും. തലശ്ശേരിയിൽ കസ്റ്റമേഴ്സ് കൂടുതൽ വരാൻ കഴിഞ്ഞു.
എല്ലാവരും നിങ്ങൾ സപ്പോർട്ട്. അസ്മ ഹംദാന് സൂപ്പർ കളക്ഷൻ. താങ്ക് യു മാഡം. അസ്മ മാഡം ഞാൻ വീഡിയോ കമന്റ് കാണുന്നില്ല. റാഷിദ് ബിൻ ഖാലിദാണ് മൊബൈൽ റാഷിദ് ബിൻ ഖാലിദ്. ഞാൻ വീട്ടിൽ ഓപ്പൺ ആക്കിയപ്പോൾ റാഷിദ് എവിടെ? റാഷിദ് എനിക്ക് ഇൻസൾട്ട് ആയിരുന്നു. ഞാൻ അനുഭവിക്കുന്നില്ല. റാഷിദ് ബിൻ ഖാലിദ് റാഷി പൈസ കൊടുപ്പിച്ച് വർക്കിച്ചാ റാഷി റാഷിനെ കാണിച്ച നമ്മുടെ വിരാട് കോഹ്ലിയുടെ ലുക്ക് ഉണ്ടല്ലോ. ഫേസ് ആക്കാൻ വേണ്ട റാഷിദ്. നീ പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണ്. ഞാൻ വീഡിയോ ഓപ്പൺ ആക്കുന്ന ആൾക്കാരില്ല. റാഷിയുടെ നമുക്കൊന്നും വാല്യൂ ഇല്ലാണ്ടായി പോലും. നമുക്ക് അങ്ങനത്തെ ഇൻസൾട്ട് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ആണ് കേട്ടോ. കുറെ ഇൻസൾട്ട് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് വരുന്നത്. കുറെ ലൈഫിൽ എന്തെല്ലാം ഇൻസൾട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ ഉണ്ടായില്ലേ? എല്ലാവരും ഫസ്റ്റ് ടൈം ഓപ്പൺ ആയിട്ട് പവർ ആയിട്ട് വരുന്നതല്ല. നമ്മുടെ എക്സ്പീരിയൻസ് വരുന്നത് നമ്മുടെ പെയിൻസ് ആണ്, അല്ലാണ്ട് ക്യാഷോ മണി ബാക്ക്ഗ്രൗണ്ടോ അല്ല. നമ്മുടെ പവറാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പെയിൻസ് ആണ് നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് അത് തകർക്കാൻ ആരും കൊണ്ട് പറ്റില്ല. എങ്ങനത്തെ ആള് വന്നാലും നമ്മൾ എത്ര ഫേസ് ചെയ്തു അത്ര സ്ട്രോങ് ആണ്. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തതിനും ഹാർഡ് വർക്ക് ചെയ്തെന്ന് വേണ്ട, സ്മാർട്ട് വർക്കും കൂടി വേണം. ഫേസ് ചെയ്യുമ്പോൾ അത്ര നമുക്ക് പവർ കിട്ടും. വന്ന് പഠിക്കാനുണ്ടാകുന്ന ആൻസർ. അല്ല പിന്നെ കസ്റ്റമർ എൻക്വയറി ഉണ്ടാവുന്നു നജീർ ചപ്പ ഷോപ്പിലുണ്ടാവുന്നു. അല്ല സീരിയസ് ആയിട്ട് നിങ്ങള് മാംഗ്ലൂർ ഷോറൂം ഉണ്ടായില്ല. മാംഗ്ലൂർ ഷോറൂമിൽ ഉണ്ടാവും അധികം കാലം. മാംഗ്ലൂർ ഷോറൂമാണ് പ്ലാൻ ഉള്ളത്. മാംഗ്ലൂർ നല്ലൊരു സിറ്റിയാണ്. അത് കാരണം അതേപോലെ നമ്മള് അലീഷ സൂപ്പർ ഡയലോഗ്. താങ്ക് യു അലീഷ. ഇത് വേറെ ആളേക്ക് എന്നെ മോട്ടിവേഷൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടാ. വേറെ ആളെങ്ങനെ മോട്ടിവേഷൻ കൂടുതൽ പഠിച്ചുകൊണ്ട് കാര്യമില്ല. അങ്ങനെ മോട്ടിവേഷൻ ഇതാകട്ടെ. എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എല്ലാം ഫേസ് ചെയ്യാം. അതുപോലെ ഈ പെൺകുട്ടിയെ കുറിച്ച് പറയണെങ്കിൽ ഈ പെൺകുട്ടികൾ അധികം ആൾക്കാർ കണ്ടില്ല. ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായത്തില് പെൺകുട്ടികൾ മിനിമം ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം. സ്കൂൾ എക്സാമ്പിൾ ഒരു സ്കൂട്ടി എങ്കിലും അറിഞ്ഞിരിക്കണം. എല്ലാത്തും അങ്ങനെ കഴിക്കാനേ പാടില്ല. ഇപ്പൊ പെണ്ണ് കിട്ടുന്നില്ല. അത് വേറെ കഥ. നെറ്റ് ഓഫ്. ഇപ്പൊ ഓൾറെഡി ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല. ഓൾറെഡി ഇതിന്റെ ടോപ്പിക് പറയുന്നത് ലൈഫിൽ വരുന്ന ഭാഗമാണ് പറയുന്നത്. എപ്പോ നോക്കിയാലും ഹലോ വിവേഴ്സ് ഹായ് ഡിയർ സിസ്റ്റേഴ്സ്. നമ്മ കർണാടക, നമുക്ക് തമിഴ്നാട് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് എന്റർടൈൻമെന്റ് ഫാമിലി പോലെ കാണും. നിങ്ങൾ ഒരു ഫാമിലി ബ്രദർ പോലെ കാണുന്നെങ്കിൽ നിൽക്കുന്നു. രേഷ്മ ബാനു സർ, യു ആർ നോട്ട് റീഡിംഗ് ഔട്ട് ഓഫ് മൈ കമന്റ്. ഞാനല്ല വായിക്കും. ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ട് മാത്രം പോകുന്ന ഹായ് രശ്മ മാഡം. ഞാൻ വീഡിയോ ഇട്ടിട്ട് പോകുന്ന മാത്രം കമന്റ്സ് വായിക്കില്ല. കമന്റ്സ് എല്ലാം ഞങ്ങൾ സ്റ്റാഫാ നോക്കല്. ബോസ് ജസ്റ്റ് വീഡിയോ ഫ്രണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പോലെ മാത്രം. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് പെൺകുട്ടികൾ ഡ്രൈവിംഗ് സ്കൂട്ടി പഠിച്ചെങ്കിൽ അത്ര നോളജ് കിട്ടും, അത്ര എക്സ്പീരിയൻസ് കിട്ടും. അത് ഹസ്ബൻഡിനും ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് ജനറൽ നോളജ് കിട്ടും. എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കോളേജ് വരുമ്പോൾ ഒരു വലിയൊരു വണ്ടി എടുത്ത് വരുമ്പോൾ ഒരിക്കലും ഓണർ വെച്ചില്ല. പക്ഷെ അവന്റെ പല ക്യാഷ് ആയിരിക്കും. അവന്റെ കേസ് ഒന്നും ഉണ്ടായില്ല. അധികം ആൾക്കാർ പൈസ വണ്ടി കാണും, ബിഹേവിയർ മനസ്സിലാക്കില്ല. ബിഹേവിയർ ആണ് വേണ്ടത്. ചിലപ്പോൾ ഓന്റെ ഉപ്പാന്റെ പൈസ ആയിരിക്കും, അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഓനിക്കായിട്ട് ഒരു പവർ ഉണ്ടായില്ല. അപ്പൊ കൂടുതൽ നിങ്ങൾ ഈ സ്കൂട്ടിയിൽ പഠിക്കുമ്പോൾ ജനറൽ നോളജ് കുറച്ചൊക്കെ കിട്ടും, ഒരു ഐഡിയാസ് കിട്ടും. അത് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. മിനിമം ഒരു സ്കൂട്ടി പഠിച്ചിരിക്കണം, എസ്പെഷ്യലി ഗേൾസ്. പിന്നെ നമ്മൾ 100 പോകണം 50 പോകണം വായിച്ചിരുന്ന കാര്യമില്ല. മക്കളെ നമ്മൾ പെൺമക്കൾ 100 പോകണം 50 പോകണം വായിക്കണം. അവർക്ക് ഡിപ്പെൻഡ് ആയിട്ട് ഉപ്പ ഉമ്മ ഇല്ലാണ്ട് നിൽക്കാൻ പറ്റണം. അങ്ങനെങ്കിലേ വാല്യൂ ഉള്ളൂ. നമ്മൾ പക്ഷെ നമ്മൾ ഉപ്പ ഉമ്മ ഇല്ലെങ്കിൽ ആ പെണ്ണ് ഉഷാറിന് നിൽക്കാൻ പഠിക്കണം. അതാണ് പവർ ഉള്ളത്. അല്ലാണ്ട് 100 പവണ്ട് 50 പവണ്ട് വായിച്ചു കൊടുത്തിട്ട് പിന്നെ ഡിവോഴ്സ്. ഇപ്പൊ ഡിവോഴ്സ് ഭയങ്കര ഇതായിരുന്നു. പണ്ടല്ലോ ഡിവോഴ്സ് സിമ്പിൾ കഥ. ഇപ്പൊ ഡിവോഴ്സ് പറഞ്ഞ നീ ഇവിടെ തന്നെ വാ ഇത് എന്നെ വീക്കിലി 3-4 ഡേയ്സ് ഇവിടെ ഉണ്ടാവല്ലോ. കൊച്ചിയിൽ ആഗ്രഹമുണ്ട്. അതേ കർണാടക ആഗ്രഹം. ഇപ്പൊ നമ്മൾ കേരള കുറച്ച് IQ ലെവല് കർണാടക തമിഴ്നാട് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാല് സ്നേഹിച്ചാൽ ഡബിൾ സ്നേഹം ഇങ്ങോട്ട് തരും. പ്യാർ കൊടുത്താൽ ഡബിൾ പ്യാർ ഇങ്ങോട്ട് തരും. ഇന്ത്യയിൽ പറയുന്ന ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ സ്നേഹിച്ച നല്ലോണം ഇങ്ങോട്ട് സ്നേഹിക്കും. ആൾക്കാർ സോഫ്റ്റ് മൈൻഡ് ആൾക്കാരാണ്. കർണാടക തമിഴ്നാട് കേരളം ഓക്കെ. കർണാടക ഓക്കെ. കൂടുതൽ ഞാൻ പറഞ്ഞ IQ ലെവൽ സോഫ്റ്റ് മൈൻഡ്. അപ്പോ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആവും. ഇൻഷാല്ലാ കൊച്ചിയിൽ ഞങ്ങൾ പ്ലാൻ ഉണ്ട്. കുറെ കാലിക്കട്ടും പ്ലാൻ ഉണ്ട്. നിങ്ങൾ ദുആ